ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പുതിയൊരു വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ തേക്കടിയിൽ ബോട്ടിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. ഞാൻ കുറച്ച് നാളായിട്ട് നിങ്ങളെ കാണിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും, പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയത് കൊണ്ടും അത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നുകൊണ്ടും ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്ത് ഇപ്പോഴാണ് ഇതിന് സാധിച്ചത്. അപ്പോൾ ഇത് നമ്മൾ തേക്കടി ബോട്ടിംഗ് ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കും ബോട്ട് ലാൻഡിങ് ഏരിയയാണ്. വളരെ മനോഹരമായിട്ടുള്ള ബോട്ട് ലാൻഡിങ് ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോയപ്പോൾ അവിടെ കണ്ട മൃഗങ്ങളുടെ ഒരു വ്യൂവും ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട്. ബോട്ട് ലാൻഡിങ് ഏരിയയിലെ വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ ലേക്കും ഒക്കെ വളരെ മനോഹരമാണ്. നമ്മൾ കണ്ടത് കുറച്ചധികം ആനകളെ കണ്ടിട്ടുണ്ട്. ഓരോ ഫാമിലിയായിട്ട് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ലേക്കിൻ്റെ ഭാഗത്തേക്ക് വരുന്നതുമെല്ലാം നമ്മളിതിനകത്ത് ചിത്രീകരിച്ചേക്കുന്നത്. നമുക്കപ്പോൾ പോകാം. നമ്മൾ ബോട്ടിൽ കയറി പോകുന്ന ഒരു വ്യൂ ആണിത്. അപ്പം നമ്മൾ ആദ്യം ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. നമ്മൾ താമസിച്ചിരുന്ന അരണ്യ നിവാസിൽ തന്നെയാണ്. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ടാക്സിയിൽ നമ്മൾ പോയി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റിയില്ല. മറ്റു ചില കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവിടെ സമയം സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ബോട്ടിങ്ങിന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെയും ആ ഒരു അനുഭവം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കുമ്മടിയിൽ വന്ന് താമസിക്കുന്നവർക്ക് ഏകദേശം രാവിലെ 7 മണിക്ക് ഒരു ബസ്സുണ്ട് തേക്കടിയിലേക്ക്. അതിന് വന്നാൽ നമുക്ക് ആദ്യത്തെ ബോട്ടിങ്ങിന് നമുക്ക് പോകാം തേക്കടി ലേക്കിലേക്ക്. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് കൗണ്ടർ ഏരിയയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അവിടെയും വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഇതൊക്കെ ആന കടക്കാതിരിക്കാനായിട്ടുള്ള കിടങ്ങുകളാണ്. രാത്രി സമയങ്ങളൊക്കെ ആന ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ അത് വരാതിരിക്കാനുള്ള കിടങ്ങുകളും അവിടെ തീർത്തിട്ടുണ്ട്. അപ്പം ഈ ബോട്ട് ലാൻഡിങ് ഏരിയയിൽ വന്ന് നമ്മൾ ബോട്ട് എടുത്ത് നമ്മൾ പോവുകയാണ്. ഓൾറെഡി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബോട്ടിങ്ങിന് പോകാൻ പറ്റുള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം ഉണ്ട് ഒരു ദിവസം. രാവിലെ ഏർലി മോർണിംഗ് ഉണ്ട്, പിന്നെ ഒരു 11-11:30 പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയം 3:30 തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് അന്വേഷിച്ചറിയാവുന്നതാണ്. ഇത് നമ്മൾ അരണ്യ നിവാസിനുള്ളിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടീപ്പാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതാണ് അരണ്യ നിവാസ്. കരിങ്കല്ലിൽ പണിത മനോഹരമായിട്ടുള്ളൊരു KTDCയുടെ റിസോർട്ടാണ് അരണ്യ നിവാസ്. നമ്മുടെ നേരത്തെയുള്ള വീഡിയോയിൽ നമ്മളിതൊക്കെ ഷെയർ ചെയ്താണ്. അതിനകത്തൊരു നമുക്ക് ഒരു വലിയൊരു റൂമാണ് നമുക്കുള്ളത്. നമ്മളെടുത്ത് ഈ റൂമിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം താമസിച്ചിരുന്നത്. നമ്മളവിടെ 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് സ്വിമ്മിംഗ് പൂളിനോട് ചേർന്നുള്ളതും ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മറ്റൊരു റൂമുമാണ്. അതിന് ഒരു അഡീഷണൽ സ്പേസും കൂടെ ഉണ്ട്. ഒരു ബാൽക്കണി സിറ്റിംഗ് ഏരിയ പോലെയുണ്ട്. അപ്പോൾ അത് ക്ലോസ്ഡ് ആണ്, പക്ഷേ ഗ്ലാസ് വിൻഡോസാണ്. അപ്പോൾ നമുക്കതിന് പുറത്തേക്ക് വ്യൂ വേണം. ഇതാണ് നമ്മൾ ബാൽക്കണി വ്യൂ ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വ്യൂ ആണ്. നമ്മുടെ റൂമിൽ നിന്ന് നോക്കി കാണാം. അപ്പം ഞാനും അതിനും കൂടെ രാവിലെ ആ ബോട്ട് ലാൻഡിങ് ഏരിയയുടെ ആ ഭാഗത്ത് ടിക്കറ്റ് കൗണ്ടറിനോട് വന്നു. അപ്പം അവിടെ കുറച്ച് ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. അതായത് പ്രധാനമായിട്ടും നമ്മൾ വനത്തിൻ്റെ എംബ്ലംസൊക്കെ ഉള്ളതും അതുപോലെ തന്നെ വനവിഭവങ്ങളൊക്കെ ആയിട്ടുള്ളത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അത് ഫോറസ്റ്റ് ഗാർഡുകളാണത് അവിടുത്തെ ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത്. പിന്നെ അവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ബാമ്പൂലൊക്കെ തീർത്ത് സിറ്റിംഗ് ഏരിയ. പിന്നെ അവിടുത്തെ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ കൗണ്ടറാണത്. അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷനുണ്ട്. തേക്കടിയെക്കുറിച്ചും തേക്കടിയിലുള്ള മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെയുള്ള വിവരണങ്ങൾ അടങ്ങിയ ബോർഡുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ ആ ബാൽക്കണി ഏരിയയിൽ വന്ന് നോക്കിയാൽ നമുക്ക് ബോട്ട് ലാൻഡിങ്ങിൻ്റെ കംപ്ലീറ്റ് വ്യൂ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ചുകൂടി റോഡിൻ്റെ ഒരു സൈഡിലേക്ക് വരുമ്പോൾ മറ്റൊരു ലെഫ്റ്റ് സൈഡ് ഏരിയയാണിത്. ബോട്ട് ലാൻഡിങ്ങിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡ് ഏരിയ. ഇത് അവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു ബോട്ടിൻ്റെ ആകൃതിയിലുള്ള റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ അത് ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് അരണ്യ നിവാസിലേക്കുള്ള ഒരു എൻട്രൻസ് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വഴിയിലൂടെ നമ്മൾ അരണ്യ നിവാസിലേക്ക് പോകും. ബാക്കി കാര്യങ്ങളിൽ നമ്മൾ 6 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് നമ്മൾ വിടുകയും വന്യമൃഗങ്ങളൊക്കെ അതായത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇൻഡോർ ഗെയിമിൽ കളിക്കാനായിട്ട് പോയി. അതിനോടനുബന്ധിച്ചൊരു പദ്ധതിയുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും
ടേബിൾ ടെന്നീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡോർ ഗെയിംസ് ഉണ്ട്. അതായത് ക്യാരംസ് ഉണ്ട്, ബില്ലിയാർഡ് ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ അത് ചുമ്മാ ജസ്റ്റ് കളിക്കുകയായിരുന്നു. റയാൻ എന്തായാലും കളിക്കുന്നുണ്ട്. അപ്പം ജാക്കുൻ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കളിച്ചത് ക്യാരംസ് ആയിരുന്നു. റയാൻ നന്നായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കളിക്കുകയായിരുന്നു. പിന്നെ ജാക്കുൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, അവന് ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പം ഞാനും റയാനുമാണ് കമ്പനി. അപ്പം ഞങ്ങൾ രണ്ടുപേരും വൈകുന്നേരം ക്യാരംസ് കളിക്കാനും മറ്റ് ഇൻഡോർ ഗെയിംസ് കളിക്കാനായിട്ടൊക്കെ വന്നേക്കുവാണ്. അപ്പോൾ ക്യാരംസ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബില്ലിയാർഡിൻ്റെ ആ ഒരു ഏരിയ ഒഴിവായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പിന്നീട് പോയത് ബില്ലിയാർഡ് കളിക്കാനായിട്ടായിരുന്നു. ഞങ്ങൾക്ക് മുൻപ് ബില്ലിയാർഡ് കളിച്ച് വലിയ പരിചയമൊന്നുമില്ല. എന്നിരുന്നാലും ഞങ്ങളതിൽ കളിച്ച് പഠിക്കുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ അവരെ ഇഷ്ടം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള അല്ലാതെ കളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം ഞാനതൊന്നും കണ്ടില്ല. ശരിക്കും പറഞ്ഞു ഞങ്ങൾ ആ ഏരിയയിലേക്ക് അധികം പോയില്ല. കുറേ സമയം പുറത്തൊക്കെ പോയി കറങ്ങി ക്ഷണിച്ച് വന്ന് പിന്നെ ഫാമിലിയൊക്കെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു കൂടുതലായിട്ടും. പിന്നെ റെസ്റ്റോറൻറ്റും അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യമാണ് നമ്മൾ തീർച്ചയായും ഈ കുറച്ചധികം ഏരിയ കൂടെ എക്സ്പ്ലോർ ചെയ്തത്. അപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. അവർ ഉണ്ടെന്ന് പറയുന്നു, എന്നാലും നമ്മളതൊന്നും പോയി നോക്കിയിരുന്നില്ല. അപ്പം ഇതൊക്കെ വളരെ താല്പര്യത്തോടുകൂടി കുട്ടികൾ കളിക്കുന്നുണ്ടായതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ നമുക്ക് ശരിക്കും നല്ലൊരു സമയമാണെങ്കിൽ നമുക്ക് കളിക്കാനൊക്കെ പറ്റുക എന്നുള്ളത്. ഞാനൊക്കെ വലിയ വടിയാണെങ്കിൽ അവനൊക്കെ വെച്ച് ആദ്യമായിട്ടൊക്കെ കളിക്കുന്നുണ്ട്. ഞാനും കൊണ്ടുവന്ന വിധത്തിൽ ട്രൈ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളതിനോട് പറഞ്ഞു, ഇത്രയും നേരം ഞാൻ നിൻ്റെ വീഡിയോ നീ എൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ അവനാണ് ഇപ്പോഴത്തെ വീഡിയോഗ്രാഫർ. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനത് കളിക്കും. സ്റ്റിക്കൊന്നും പിടിക്കുന്ന രീതിയൊന്നും നേരെയല്ല, എന്നിരുന്നാലും ആ രീതിയിൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേബിൾ ടെന്നീസ് കളിക്കാനായിട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നേരം ടേബിൾ ടെന്നീസും ക്യാരംസും അങ്ങനെ പല കളികളിലും ഞങ്ങൾ മുഴുകിയിരുന്നു. അതിന് ശേഷം നമ്മൾ അവിടെ അടുത്ത ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിലുള്ള ബുക്സുകളും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയാണുള്ളത് അങ്ങനെ കുറേയധികം കാര്യങ്ങൾ അവിടെ ഉള്ളത് ഞങ്ങൾ ഇപ്രാവശ്യം എക്സ്പ്ലോർ ചെയ്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും സിസ്റ്റർ വന്ന് വിളിക്കാനായിട്ട് വന്നു. അവിടെ മോളിക്കുട്ടി എന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു കേരളമാനാണ്. അവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുന്നതാണ്. ഇത് പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്വിമ്മിങ് പൂളിൽ പോയതാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സ്വിമ്മിങ്ങിന് പോകാൻ പറ്റിയില്ല. എനിക്ക് സ്പായൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോഡി മസാജിങ് ഉണ്ടായിരുന്നു, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുള്ളിൽ തന്നെ 1 മാസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്തായാലും സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയിട്ടുള്ളതെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സ്വിമ്മിങ് പൂളിൽ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു ഭാഗമുണ്ട്. പിന്നീട് നമുക്ക് ഒരു 5 അടി താഴ്ചയുണ്ട്, പിന്നെ 7 അടി, അങ്ങനെ വളരെ ആഴത്തിലുള്ള ഭാഗമാണ് ലാസ്റ്റ് കാണുന്നത്. പക്ഷേ നല്ല രസമാണ്. ഇത് രാവിലെ തന്നെ അവർ ക്ലീൻ ചെയ്യും. ആ സമയത്ത് തന്നെയാണ് നമ്മൾ പോയി സ്വിം ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ റെസ്റ്റോറൻ്റാണ്. പക്ഷേ ഇവിടെ വളരെ നല്ലൊരു പ്രൈവസിയാണ്. ആരും ഇവിടെ ഒന്നും നോക്കത്തൊന്നുമില്ല. നമുക്ക് നല്ലൊരു പ്രൈവറ്റ് സ്പേസ് പോലെ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് നമ്മൾ ബേക്കറിയിലേക്ക് കാണാനായിട്ട് പോയത്. അപ്പം നമ്മൾ ഓൾറെഡി അരമണി മാസം ഞാൻ ടിക്കറ്റൊക്കെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം അവർ സിസ്റ്ററും ഒക്കെ പോയി. ഇപ്രാവശ്യം എന്തായാലും അച്ഛൻ അമ്മച്ചിയും കൂടെ കൊണ്ടുപോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛൻ അമ്മച്ചിയും കൂടെ കൊണ്ടുപോയി. അമ്മച്ചി ഒരു വീൽ ചെയറിലാണ് കൊണ്ടുപോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് നടക്കാൻ പറ്റത്തില്ല, അമ്മച്ചി വരുന്നില്ല, ഹോട്ടലിൽ റൂമിൽ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഓൾറെഡി ജീപ്പ് ബുക്ക് ചെയ്തിരുന്നായിരുന്നു. പക്ഷേ ജീപ്പ് ഡ്രൈവർ അവിടെ ഇല്ലായതുകൊണ്ട് ജീപ്പ് വരാൻ പറ്റിയില്ല.
പിന്നീട് ഫോറസ്റ്റ് ഗാർഡൊക്കെ ഹെൽപ്പ് ചെയ്ത് അമ്മച്ചിയെ വീൽ ചെയറിൽ ഇങ്ങനെ ബോട്ട് ലാൻഡിങ്ങിൻ്റെ ഏരിയയിൽ വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഒരു നല്ല അനുഭവമായിരിക്കും അതൊക്കെ കാണുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മച്ചി ബോട്ടിൻ്റെ താഴത്തെ ഭാഗത്താണ് ഇരുന്നത്. കയ്യൊക്കെ പിടിച്ച് അമ്മച്ചി അകത്ത് കയറി വലിയ കുഴപ്പമില്ലാതെ. അപ്പോൾ ഞങ്ങൾ ആദ്യം ബോട്ടിനകത്ത് കയറി, ഞാനും ജാക്കുവിനകത്ത് കയറി. അത് കഴിഞ്ഞ് അമ്മച്ചിയൊക്കെ കയറ്റുകയാണ്. ജാക്കുവിനുണ്ട് കൂട്ടത്തിൽ കയറാനായിട്ട്. പിന്നെ കുറേ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം എല്ലാം കൂടെ ഇതുകൊണ്ട് നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ അധികം ഭാഗങ്ങൾ ഈ വീഡിയോയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം കാണിക്കാൻ പറ്റുന്ന അത്രയും തന്നെ കാണിച്ചു. പിന്നെ ഇത് നമ്മൾ ബോട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ലേക്ക് വ്യൂ ആണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നോക്കത്താ ദൂരത്താണ് ആ ലേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ചുറ്റിലും ഇങ്ങനെ ഓരോ മലനിരകളും അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എല്ലാം വിശാലമായിട്ടുള്ളൊരു ലേക്കാണ്. അങ്ങോട്ട് പോകും തോറും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഈ ബോട്ടിലൂടെ നമ്മുടെ മുൻപ് വേറൊരു ബോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ കാഴ്ച നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഇതുണ്ട്, ഈ വൃക്ഷങ്ങളിലൊക്കെ പണ്ട് ഇതൊരു വനമായിരുന്നു. അത് വനത്തിന് മാൻമെയ്ഡ് ലേക്കാണ് തേക്കടി എന്ന് പറയുന്നത്. അത് വനം മാറ്റിയിട്ട് അവിടെ ലേക്കാക്കിയതാണ്. പണ്ട് കാലത്ത് അങ്ങനെ ആക്കിയതാണ്. അപ്പം അതിൻ്റെ കുറേ ഇതൊക്കെയാണ്, വൃക്ഷങ്ങളുടെ തടിയൊക്കെയാണ് അവിടെ കാണുന്നത്. ഇതാണ് നമുക്ക് മുൻപ് പോയൊരു ബോട്ട്. അപ്പോൾ അതിലും കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കാടിനുള്ളിലൊരു റിസോർട്ടുണ്ട്, KTDCയുടെ തന്നെയാണ്. അപ്പോൾ അവിടെ അവർ പോയി ആൾക്കാരെ പിക്ക് ചെയ്യും. നമ്മുടെ ബോട്ടും അവിടെ പോകുന്നുണ്ട് അവരെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്കിനിയും കാണാം. നമ്മൾ ആ തീരത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് 2 ആന അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അതിന് കാണിക്കാനായിട്ട് ബോട്ട് ഡ്രൈവർ അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. വളരെ ശബ്ദമില്ലാതെ അതിൻ്റെ എൻജിനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോയത്. അതുങ്ങൾ അവിടെ നിന്ന് മേയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത്. ചില സമയത്താണെങ്കിൽ നമുക്ക് കേഴമാനുകൾ വരും, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് വന്ന് നിൽക്കുന്നത് കാണാം, കുറച്ചുകൂടി വേനൽ സമയമാണെങ്കിൽ. ഇപ്പം നമ്മൾ 2-3 ഫാമിലിയെ കണ്ടു. ആനയുടെ തന്നെ കൊമ്പനാനകളെയും കണ്ടു, അല്ലാതെ കൊമ്പനാനയെ പിടിയാന, അങ്ങനെ ഫാമിലി ആയിട്ടുള്ളതും ചെറിയ ആനകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും വീഡിയോ എനിക്ക് കിട്ടിയില്ല, ഓപ്പോസിറ്റ് സൈഡിലായിരുന്നുകൊണ്ട്. പിന്നെ മാക്സിമം എടുക്കാവുന്ന അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ സ്യൂം ചെയ്താണ് എടുത്തേക്കുന്നത്, കാരണം അത്രയും വ്യൂ നമുക്ക് കിട്ടാൻ പറ്റത്തില്ല ഊട്ടിയിൽ നിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ കുമളിയിൽ തേക്കടിയിലൊക്കെ പോവുകയാണെങ്കിൽ ബോട്ടിങ്ങിന് പോകണം. ബോട്ടിങ്ങിന് പോകുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്തതാണ്. ഞാൻ അവിടെ പണ്ടൊക്കെ പോയിട്ടുണ്ട്. അവിടെ ജോലി ചെയ്തപ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് ഫോറസ്റ്റ് ഏരിയ ആയാലും ഒക്കെ നമ്മൾ ഫീൽഡ് വിസിറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. 1-2 പ്രാവശ്യം ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടുള്ളതാണല്ലോ നമുക്ക് പോകണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ബോട്ടിങ്ങിന് പോയി. അത് കുറേ വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും പോകുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. തീർച്ചയായും അത് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെയുണ്ട് 2 ആനകൾ. ഒരെണ്ണം ഇങ്ങനെ ലേക്കിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. വേറെ 2 ഒന്ന് കമ്പനാനെ, ഒന്ന് പിടിയാനയാന്ന് തോന്നുന്നു. ഡാർക്ക് കളറിലുള്ളതുകൊണ്ട്, ലൈറ്റ് കളർ ഷെയ്ഡിലുള്ളതുണ്ട്. ഒരെണ്ണം അകത്ത് നിൽക്കുന്നുണ്ട്, ഒന്ന് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. 3 എണ്ണത്തിനും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബോട്ട് അടുത്താക്കിയിട്ട് അതൊന്നും അങ്ങനെ ഓടിപ്പോകുന്നൊന്നുമില്ല. എന്നിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക്. ഇതൊക്കെ വനത്തിലെ ആനകളാണെന്ന് ഓർക്കണം, വന്യമൃഗങ്ങളാണ്. സാധാരണ നമ്മളെ നാട്ടിലുള്ള ആനയല്ല. എന്നിരുന്നാലും നമുക്ക് അത് അതിനെ വളരെയധികം അടുത്ത് നമുക്ക് കാണുന്ന പോലെ ഒരു വ്യൂ ആണ്.
നമുക്ക് ഈ ലേക്കിലേക്ക് പോകുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഇല്ലേ, നോക്കത്താ ദൂരത്ത് കിടക്കുന്ന പോലെയാണ് ആ ലേക്ക് നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ തോന്നുന്നത്. ഇപ്പം ഓരോ സൈഡ് വരുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ വേറൊരു സൈഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞ മരത്തിൻ്റെ കുറ്റികളൊക്കെ സാധാരണ തേക്കടിയുടെ പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്കറിയാം മരക്കുറ്റികളുടെ ഇടയിൽ നിൽക്കുന്നത് കാണാം. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എന്ത് മരക്കുറ്റികളുടെ പടം ഇങ്ങനെ വരച്ചേക്കുന്നു. പക്ഷേ അത് ഒരു വനം മാറ്റിയിട്ട് ആ വനത്തിനുള്ളിൽ ഒരു ലേക്ക് മാൻമെയ്ഡായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ലേക്കാണ് തേക്കടി ലേക്ക്. അതുകൊണ്ടാണ് ഈ വൃക്ഷങ്ങളൊക്കെ അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്. വൃക്ഷങ്ങളുടെ ശാഖകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ പോലും. പിന്നെ ദൂരേക്ക് നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. എനിക്കിവിടെ ഫുള്ളത് ഒപ്പിയെടുക്കാനായിട്ട് എൻ്റെ മൊബൈൽ ഫോണിൽ കൂടെ ഉള്ളൊരു ക്യാമറയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദൃശ്യങ്ങളും തീർച്ചയായും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ മാക്സിമം എടുക്കാവുന്ന എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം എനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു ഈ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേ മനോഹരമായിട്ട് ദൃശ്യങ്ങൾ നിങ്ങൾക്കും നഷ്ടമായിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ എടുക്കും നമ്മൾ പോയിട്ട് തിരിച്ചു വരാനായിട്ട്. തേക്കടി ലേക്കിലേക്ക് പോയിട്ട് സെയിം ഇതിൽ കൂടെയാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അതായത് വെള്ളമുള്ള ഭാഗം വരെ അവർ പോവുകയുള്ളൂ, കൂടുതൽ ദൂരം പോകത്തില്ല. കാരണം ബോട്ട് സ്റ്റക്കാവും. അതുകൊണ്ട് കുറേ വെള്ളമുള്ള ഭാഗത്ത് പോയിട്ട് പിന്നെ അവിടുന്ന് റിട്ടേൺ അടിച്ച് പോരുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കാട്ടിനുള്ളിലുള്ള റിസോർട്ട്, KTDCയുടെ തന്നെ. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിസോർട്ടാണ്. ഇത് രാജാക്കന്മാർ അവരുടെ വേനലവധിക്ക് വന്ന് താമസിക്കുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ അത് കാടിനുള്ളിലാണ്. അപ്പോൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പിന്നെ പഴയ കൊട്ടാരത്തിൻ്റെയൊക്കെ ഒരു മാതൃകയിലുള്ള ഒരു റിസോർട്ടാണ് അതിൻ്റെ റൂംസൊക്കെ. അതിൽ എപ്പോഴും നമുക്ക് റൂംസൊന്നും അവൈലബിൾ ആയിരിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ അവിടെ റൂംസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവുള്ളൂ. ഓരോ സൈഡിൽ നോക്കുമ്പോഴും വളരെ വിശാലമായിട്ടുള്ളൊരു ലേക്ക് വ്യൂ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ബോട്ട് കുറച്ച് ദൂരം പോയിട്ടുണ്ട് ആൾക്കാരെയും കൊണ്ട്. അവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ്. ആൾക്കാർ ആ റിസോർട്ടിൽ നിന്ന് അവിടെ ഒന്ന് കയറുന്നുണ്ട്, നമ്മുടെ ബോട്ടിലും കയറുന്നുണ്ട്. കുറേയധികം ആൾക്കാരുണ്ട്, വിദേശികളും സ്വദേശികളും മറ്റ് പല ഭാഗത്തുള്ള ഇന്ത്യൻസും നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ എല്ലാ ആൾക്കാരും ഇതിനകത്തുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ബോട്ട് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് തന്നെ അതിനകത്ത് സീറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് അടുത്തടുത്ത് കിട്ടിയത്. ഞാനും ജാക്കിനും മേളിലും വെച്ച് അമ്മച്ചും താഴെയായിരുന്നു. ഇതിന് 2 നില ബോട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പോൾ അമ്മച്ച് അവർ പിന്നെ ജീപ്പ് അവിടെ വന്നിരുന്നു തിരിച്ച് പോരുമ്പോഴേക്കും അമ്മച്ച് ജീപ്പ് എടുത്ത് കയറ്റി അച്ഛൻ അമ്മച്ചിയും കൂടെ അതിനകത്ത് തന്നെ കൊണ്ടുപോകും. പിന്നെ നമ്മളവിടെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് ഈ ഒരു വ്യൂ. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചാണ്. അരണി നിവാസിനകത്ത് തന്നെ വളരെ മനോഹരമായൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാ ഫുഡും കിട്ടും. അതുപോലെ റൂംസൊക്കെ വളരെ വിശാലമായിട്ടുള്ള റൂംസാണ്, തടിയാണ് അതിൻ്റെ ഫ്ലോറിങ്ങൊക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ വ്യൂസും കാണാൻ പറ്റും. അതായത് സ്വിമ്മിംഗ് പൂളിൻ്റെ വ്യൂ ഒരു റൂമിൽ നിന്ന് കാണാം, മറ്റൊരു റൂമിൽ നമുക്ക് പുറത്തേക്കുള്ള വ്യൂസും കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള റൂംസാണിത്. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ്. ഡിന്നറാണ് ബ്രേക്ക്ഫാസ്റ്റാണോ എന്നറിയില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്ന ഒരു ഇതാണ്. നമുക്കിഷ്ടമുള്ളത് അവിടെ നിന്ന് ഓർഡറും ചെയ്യാം. പിന്നെ നമുക്ക് ബഫറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ നമ്മൾ വീണ്ടും ആ ബോട്ട് ലാൻഡിങ് ഏരിയയുടെ അവിടെ ഞങ്ങൾ പിറ്റേന്ന് വന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസും കൂടെ എടുത്താണ്.
അപ്പോൾ ഈ വ്യൂസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റ് നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫ്രം മാർഗരറ്റ് ഫ്രാൻസിസ് ട്രാവൽ വ്ലോഗ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ്. കൂടുതൽ സഞ്ചാര വാർത്തകളുമായിട്ട് സഞ്ചാര വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ തേക്കടി വ്ലോഗ്. താങ്ക് യു.